ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ സമയം ഏതാണ്ട് 8-9 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലാണ് അല്ലേ. നമ്മൾ തമിഴ്നാട് പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഡെണ്ടുക്കൽ ബിരിയാണി കഴിക്കണമെന്ന്. അതല്ല, നമ്മൾ പോയ വഴിക്ക് നല്ല ഭക്ഷണം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കഴിച്ച ഒരു ബിരിയാണി കൊള്ളായിരുന്നു. ഇങ്ങോട്ട് വന്ന ഡെണ്ടുക്കൽ ബിരിയാണിയും അത്ര കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, തലപ്പാക്കട്ടി ഡെണ്ടുക്കൽ ബിരിയാണി നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് നല്ല ഡെണ്ടുക്കൽ ബിരിയാണി ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. കുറെ നാളായി കൊച്ചിന്റെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ തിന്നിട്ട്. അത് ഞാൻ ബിരിയാണി വെച്ചിട്ട് കുറച്ചായല്ലേ. അതെ അതെ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു കിടല ഒരു ബിരിയാണി നോക്കിയാണ്. അല്ലെ പനിയൊക്കെ ആയപ്പോ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു ബിരിയാണി തിന്നണം. ഈ പനി കൂടുന്ന സമയത്ത് കഞ്ഞിയൊക്കെയാണ് കുടിക്കുള്ള. ഇല്ല, ഇപ്പോഴത്തെ പനിക്ക് കഞ്ഞി കുടിച്ചുകൂടാ. അതെന്താ? അല്ലാതെ നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കണമെന്ന് ആര് പറഞ്ഞു? അങ്ങനെയാ, അല്ലെങ്കിൽ വിറയല് വരും. ഈ പനി ആവുന്ന സമയത്ത് കഞ്ഞി, പയറ് ഇല്ലേച്ചാ മിനിമൽ ആയിട്ടുള്ള പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം വേണം കഴിക്കാൻ. പപ്പടം. അതുകൊണ്ട് അമ്മ തിന്നണ്ട. പെട്ടെന്ന് ദഹിക്കുന്ന അങ്ങനല്ല, ഇപ്പൊ നല്ല നല്ല ആഹാരം കഴിക്കണം, ശരീരം വിറയ്ക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴേ പനിയായിരുന്നു. ഒരാഴ്ച കൂടുതലായി. ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി. അപ്പം ചെറിയ വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ വേറൊരു സംഭവം എന്ന് വെച്ചാലേ, എനിക്ക് മൂക്കൊലിപ്പ് സംഭവം അവിടെ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നു, 2 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കങ്ങ് പനി വന്നില്ല. ഭാഗ്യം എന്തോ ദൈവാധീനത്തിന് ഇല്ല, അങ്ങനെ ആഗ്രഹമില്ല. കാര്യം എന്ന് വെച്ചാൽ എന്റെ പനി ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എന്നിൽ ഒതുങ്ങണം. ഈ ഡയലോഗ് ഞാനിത് എവിടെയോ, ഈ ഡയലോഗ് ദൃശ്യത്തിലല്ലേ, ആ സത്യം മെന്നിൽ തന്നെ അലിഞ്ഞ് മണ്ണി ചേരുവതാ. സിനിമയൊക്കെ കണ്ടു വെച്ചേക്കുക. എന്തോ കുഴപ്പമുണ്ട്, ചിരിച്ചാ ചമയ്ക്കും. ചിരിക്കേണ്ടതാ. ഡെണ്ടുക്കൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാമോ? ഐ ആം ദ കുക്ക്. നമുക്ക് ചാറ്റ് ജി പി ടി എടുത്ത് ചോദിക്കാം. ചാറ്റ് ജി പി ടിക്ക് അറിയാമോന്ന് ചോദിക്കാലോ. അല്ല, ചാറ്റ് ജി പി ടി അല്ല, ജെമിനി എടുത്ത് ചോദിക്കാം. നീ വെക്കുന്നതാണോ അത് പറയുന്നത്? ആ, നമുക്ക് നോക്കാം. അല്ല, ഞാൻ എന്റെ രീതിയിലാണ് വെക്കുന്നത്. നമുക്ക് ചുമ്മാ ചോദിച്ചു നോക്കാം. എന്ത് ഫോൺ എത്തിയാ മേഡം? ഹായ് ജെമിനി, എന്തോട്ട് വിശേഷം? ജെമിനി, നിനക്ക് ഡെണ്ടുക്കൽ ബിരിയാണി എങ്ങനെ വെക്കുന്നതെന്ന് അറിയാമോ? ஆமாம், திண்டுக்கல் பிரியாணி எப்படி செய்யறதுன்னு எனக்கு தெரியும். പാണ്ഡ്യായ മലയാളത്തിൽ പറയടേ. ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. താങ്കൾ മലയാളത്തിലാണ് സംസാരിക്കുന്നതല്ലേ? അപ്പോൾ നമുക്ക് ഈ ദിണ്ടുക്കൽ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് മലയാളത്തിൽ നോക്കാം. പറ. ദിണ്ടുക്കൽ ബിരിയാണി ഉണ്ടാക്കാൻ സാധാരണയായി ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. ഇത് മട്ടൻ അല്ലെങ്കിൽ ചിക്കൻ ഉപയോഗിച്ച് ചെയ്യാം. നല്ല രുചികരമായിരിക്കും. ഇതിലേക്ക് തൈര്, നാരങ്ങ നീര്, പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർന്ന അരപ്പും ചേർത്ത് വേവിക്കുകയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ അളവുകൾ അറിയണമോ അതോ മറ്റെന്തെങ്കിലും അറിയാനാണോ? മൊത്തത്തിൽ പറഞ്ഞ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. എണ്ണയോ ചൂടാക്കി മുഴുവൻ മസാലകളും സവാളയും വഴറ്റുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരപ്പും പച്ചമുളകും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച മാംസം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിൽ ആവശ്യത്തിന് വെള്ളവും അരിയും ചേർത്ത് അരി വെന്തു വരുന്നത് വരെ അടച്ചു പിടിച്ച് വേവിക്കുക. അങ്ങനെ നല്ല രുചികരമായ ദിണ്ടുക്കൽ ബിരിയാണി തയ്യാർ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ? വേണ്ട, നന്ദി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ജിമിനി പറഞ്ഞത് ആ ഒരു രീതിക്കാണ്, പക്ഷെ നമ്മൾ അങ്ങനെയല്ല വെക്കുന്നത്. നമ്മളെല്ലാം അരച്ച് സെറ്റ് ചെയ്ത്, അതായത് സവാള ഒന്നും വയറ്റുന്നില്ല, അല്ലാതെ ഉണ്ടാക്കാനാണ് പരിപാടി. അപ്പോൾ നമുക്ക് ആരംഭിக்கலாம். അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മസാല സെറ്റ് ചെയ്തെടുക്കാം. 2 മസാലയാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് പൊടി, ബിരിയാണിയുടെ പൊടി, അതാണ് മെയിൻ ഇതിൻ്റെ. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ, ആ സാധനം കിട്ടിയില്ല. എന്തൊരു കൽപ്പാത്തിന്നോ എന്തോ ആണ് പറയുന്നത്. ഒരു സൈസ് പായലാണ്. പായലാണ്, ഒരു ഉണങ്ങിയിരിക്കും. അത് തമിഴ്നാട്ടിലൊക്കെ കിട്ടും ആ സാധനം, പക്ഷെ നമുക്കത് ഇവിടെ കിട്ടത്തില്ല. ഞാൻ 2-3 കടയിൽ തിരക്കി കേട്ടോ. ഇപ്പം മല്ലി, പച്ചമല്ലിയാണ് കേട്ടോ, ഇത്ര മതി. നമ്മൾ 1 ചിക്കനാണ് കേട്ടോ എടുക്കുന്നത്, 1 കോഴി. ഗ്രാമ്പും പെരുംജീരകവും, ഇതെല്ലാം ഒരു കണക്കാണ് കേട്ടോ. സ്പൂണൊക്കെ വെച്ചിട്ട് ഒക്കെ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അറിയാമല്ലോ. കുരുമുളക്, ജാതി പത്രിയാണോ പത്രമാണോ? ജാതി പട്ടിയാ? പട്ട, കാഷ്നട്ട്. ഓക്കെ, ഏലക്ക ഇതിലാണ് ഇടുന്നത്. ഏലക്കാണോ? മറന്നുപോയേട്ടാ. ഏലക്ക എന്ത് ഏലക്ക? അതായിരിക്കും, അത് ഞാൻ മറന്നുപോയായിരുന്നു. 2-3 ഏലക്ക. ജീരകം, അത് മറന്നുപോയായിരുന്നു ചെറുതായിട്ട്. നേരത്തെ ഇത് പറയുന്നതല്ല ഞങ്ങള് കേട്ടായിരുന്നു. കേട്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കൊച്ചു അത് മറന്നേനായിരുന്നു. സാധാ ജീരകം. ഇത് ഇനി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ചൂടായിട്ടുണ്ട്, നമുക്ക് പൊടിച്ചെടുക്കാം.
അങ്ങനെയൊക്കെ തട്ട് ഇത് കളഞ്ഞു പോകും. കളഞ്ഞു പോയാ നോക്കിക്കോ. പൊടിയ സോറി, അത് ഓണായിരുന്നു. അടിപൊളിയായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു മസാലയും കൂടെ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി, കൊച്ചുള്ളി ഇത്രയൊക്കെ മതിയായിരിക്കും. നമ്മൾ വേറെ കൊച്ചുള്ളിയൊന്നും സവാളയൊന്നും വയറ്റുന്നൊന്നുമില്ല. അപ്പം കുറച്ച് തോനെ ഇട്ടാലും. പച്ചമുളക്, മല്ലിയില, പുതിനയില. ഇതൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ഇങ്ങനെ അരച്ചെടുത്ത് അതിനകത്ത് തട്ടി ചിക്കൻ ഇട്ട് കഴിഞ്ഞ പരിപാടി. വെളിച്ചെണ്ണ അറുമയാണ് സാപ്പാട്, എല്ലാരും വാങ്ങേ. ഇന്നേക്ക് ഒരു പൊടി ഒന്ന് മറന്നു പോലെ ഇടാനുള്ളത്. ആ നേരത്തെ മറ്റേ ആ മസാലയിലെ സ്റ്റാറിന്റെ സാധനം ഉണ്ടല്ലോ, അത് ഇടണമായിരുന്നു കേട്ടാ. ഞാൻ അത് പിന്നെ വേറെ ഇട്ട് പൊടിച്ച് അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് മറക്കല്ലേ കേട്ടോ, അത് മസ്റ്റ്, അത് മതി. ഇപ്പം എന്ത് ചെയ്യാൻ ഈയിടെയായിട്ട് കുറച്ച് മറവിയടെ. ഞാൻ വ്ളോഗ് തുടങ്ങിയപ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 20 എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് 21 വയസ്സാണ്. 21 വയസ്സുള്ളായിരുന്നു. ഇപ്പം എനിക്ക് 26 വയസ്സായി. ഇത് 4 കൊല്ലൂടെ കഴിയുമ്പോൾ 30 വയസ്സായി. പക്ഷെ നമ്മളൊന്നും ഒത്തിരി ആളൊന്നും ജീവിക്കത്തില്ല ചാ. ഒരു 55-60 അതിനുമ്പ് തീരും. അത് അത്രയൊക്കെ പോവുന്ന, അത്രയെങ്കിലും പോണ്ടേ? സത്യമായിട്ട് നമുക്കൊക്കെ ആയുർദൈർഘ്യം കുറവാണ്. ഇവിടെ ഫുഡ് ഹാബിറ്റ് ഇങ്ങനെ കാണല്ലോ. അതാ ഇപ്പോഴും കഞ്ഞിയായിട്ടിരിക്കുന്നത് ഇങ്ങനെ. ആരും തിരിച്ചു പറയാനൊന്നുമില്ലായിരുന്നല്ലേ? കംബാക്ക് ഇല്ലാത്തൊരു സംഭവം പോയി. സത്യത്തിൽ ഒരു ജനറേഷൻ അങ്ങനെ അടിച്ചമർത്തരുത്. പിന്നെ ഈ പഴകഞ്ഞിയായ കുടിച്ചതൊക്കെ പറയാം. പിന്നെ എന്തോ പറയണ്ടേ? പണ്ട് ബ്രോസ്റ്റഡ് ഇല്ലായിരുന്നു. ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു, അച്ഛൻ തിന്നത്തില്ലായിരുന്നു പണ്ടേ ബ്രോസ്റ്റഡ്. അല്ല, പൈസ മേടിച്ചോ ഇല്ലേ? അതല്ല, പണ്ടത്തെ കാലത്ത് ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു, അച്ഛൻ തിന്നുവരുതാ. ബ്രോസ്റ്റഡ് ഉണ്ടാക്കാനുള്ള ഇതില്ലെന്ന്. അതില്ല, ആയിക്കോട്ടെ, എന്തായിരുന്നെങ്കിലും കഴിക്കത്തില്ല. തള്ളല്ലേ വെറുതെ. അന്നാ പിന്നെ എന്തിനാ ഇപ്പൊ കഴിക്കുന്ന ബ്രോസ്റ്റഡും പിന്നെ ബർഗറും അതൊക്കെ? ഇത് ഒരുമാതിരില്ല വൃത്തിയുടെ സംസാരം. അന്നത്തെ ഫെസിലിറ്റി, ഇന്നത്തെ ഫെസിലിറ്റി അതല്ല. ഇന്നത്തെ സംഭവം അന്നുണ്ടായിരുന്ന വെച്ചാൽ തിന്നൂലേ. അതെന്താ സമ്മതിച്ചേരാതെന്താ? സംഭവം ഇല്ലല്ലോ. ഒളിച്ചു വച്ചാ പിന്നെ ഇതാ പറഞ്ഞത് അച്ചായ മണ്ടനാണ്. അതല്ല, ഇപ്പോഴത്തെ ബർഗർ, ബ്രോസ്റ്റഡ്, KFC ഈ ഫുഡൊക്കെ പണ്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കഴിക്കൂലായിരുന്നാ? അതെങ്ങനെയാ കഴിക്കുന്നേ? എടേ ഒരു മനസ്സിലായി, കിടന്ന് ഊരുളല്ലേ? മതി പോവാ, കിടന്ന ഊരുളുക. ഇനി എന്തുവാ ഇത്? പുല്ലത് മറന്നുപോയല്ലേ, മൈൻഡ് അവിടെ ആയിപ്പോയി ചേട്ടാ. ഉള്ളി, പുതിനയില, നമ്മുടെ ഈ പച്ച പൂണ്ട് അരച്ചത് ഇതങ്ങോട്ട് ചേർക്കാം. പൂണ്ട് കറക്റ്റ് അല്ലേ? കറക്റ്റ് കൂടല്ലേ തമിഴില്? ഇതങ്ങോട്ട് ഹോമ കുണ്ടം, നല്ല കുണ്ടം. നല്ല മണമല്ലേ? അത് കറി വെച്ച് തിന്ന. പിന്നെ ചിക്കി മാന്തി എടുക്കണം കേട്ടാ. ജസ്റ്റ് ഒന്ന് അതിന്റെ പച്ചമണം ഒന്ന്. അച്ഛൻ വെറൈറ്റി വെറൈറ്റി ഒരു മണോടാ. ഉപ്പോട്ടെ, ഒരു ഉള്ളി ഇതേ കിടക്കുന്നേ. വെറൈറ്റി മണോടാ വെച്ചു. സൂപ്പറല്ലേ? ഞാൻ വേണ്ടമ്മ ഇതൊക്കെ ഉണ്ടാക്കാൻ. ഉപ്പ് ഹാപ്പിച്ച മണം അടിച്ചനാ? മണമുണ്ടോ? കൊത്തിത്തട്ടും ബിരിയാണി വെക്കുന്നു. കൊത്തിത്തട്ടും ബിരിയാണി വെക്കുന്നു. കൊടിയാവുന്നു കൊച്ചിന്. പണ്ട് ഇതുപോലെ ഒരാള് കൊടിയായതാ. ബിരിയാണി വെച്ചിട്ടുണ്ട്. കൊച്ചു പിശ ഉണ്ടാക്കൂ ഇല്ലേ? ഓർമ്മയുണ്ടാ? പണ്ട് നിനക്ക് മുമ്പ് ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവന്റെ മണ്ടയിലാണ് ഒരു വാഴ ഇരിക്കുന്നത്. നല്ല കൊല കേട്ടോ. ഓക്കെ, ഇങ്ങോട്ട്. ഇനി നമ്മുടെ ഈ മസാല അങ്ങോട്ട് അതിനകത്തോട്ട് തട്ടാം. മസാല ഇത്രയും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കുറച്ച് തട്ടി കൊടുക്കാം. ഇതിനകത്ത് ആ സ്റ്റാറും കൂടി ഇടണം കേട്ടോ, അത് മറക്കല്ലേ. നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ, ഞാൻ ഈ ഉണ്ടാക്കുന്നേക്കാ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ വന്ന് പറയണം. അപ്പോൾ എനിക്ക് സന്തോഷമാവും.
ഒരു സ്പൂണ് മുളക് പൊടി കേട്ടോ. മതി മതി മതി. ഇത് നല്ല കളറുള്ളതാണ് കേട്ടോ. വേണ്ടായിരുന്നോ തോന്നുന്നു. ആ മതി. മഞ്ഞപ്പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടേ. ഇത്ര മതി. ഓക്കെ, സെറ്റാണ്. ഇനി ഇതങ്ങോട്ട് ഇളക്കി. തൈര് മതി. ചിക്കനൂടെ അങ്ങോട്ട് തട്ടാം. ഓക്കെ. കുറച്ച് മല്ലിയില. ഓക്കെ, ഇതിനി ഒന്ന് കുക്കായിട്ട് നമുക്ക് റൈസ് ഇടാം. ഓക്കെ ഗൈസ്, നമ്മുടെ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടത് കൂടിപ്പോയി, അതാണ് ഇത്ര കളർ വരുന്നത്. സാധാരണ ഇത്രയും കളർ വരില്ല. മുളക് പൊടി ഇച്ചിരി കൂടി, അത്ര വേണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇപ്പം റെഡ് കളറേ ഇരിക്കും, പ്രതീക്ഷയില്ല. ബാ, അരി ഇടാം. ഇനി നമുക്ക് അരിയും കൂടി ഇട്ടങ്ങ് സെറ്റ് ചെയ്യാൻ കേട്ടോ. കഴിഞ്ഞ പരിപാടി ഇത്രേ ഉള്ളൂ. അരി നമ്മൾ കഴുകി കുതിർത്ത് വെച്ചേക്കുന്ന കേട്ടോ. ജീരകശാല കിട്ടിയില്ല, ഇത് മറ്റേ അറേബ്യൻ റൈസാണ്. ഇതും കൂടെ അങ്ങോട്ട് ഇടുക. കാറ്റ് പോലെ ഇളക്കാം. വെള്ളം കറക്റ്റാണ് കേട്ടോ. വെള്ളം ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പണ്ടേ ഉള്ളത് രാത്രി ബിരിയാണി വെക്കുക, ഇല വെട്ടുക. നമുക്ക് ഇല വെട്ടാം കേട്ടോ. നമുക്കിവിടെ ഇല ഉണ്ടോ അമ്മ? ഇല ഉണ്ട്. മേക്കപ്പ് ഇച്ചിരി കൂടുതലാവുന്നു. പ്രമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇലയുണ്ട്. 3 ഇലയായിട്ട് വെട്ട് കേട്ടാ. 3 ഇലയാണോ? ആ, 3 ഇലയായിട്ട്, ഒറ്റ ഇലയായിട്ട് അങ്ങനെ വെട്ടണ്ട. ഓ അയ്യോ, ഇപ്പൊ അങ്ങനെയൊക്കെ പക്വതയായി. വെട്ട്. അത്ര വലിയ വില വേണ്ട. അത് മതി. വെട്ട്. ഓക്കെ. ഇല വെട്ടുന്നത് അങ്ങനെയൊന്നുമല്ല, വെട്ടുന്നത് തുമ്പ് ഇങ്ങോട്ട് പിടിക്കാം. ഇനി നമുക്ക് ബിരിയാണി തട്ടിയിട്ട് തിന്നാം. ബിരിയാണി ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡിണ്ടുക്കൽ ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയാണ് സുഹൃത്തുക്കളെ. കളറിന് ചെറിയൊരു മാറ്റമുണ്ട്, മുളക് പൊടി ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. എനിക്കാടെ തോനയും ചോറ്. ഇതെന്തോന്ന് ചലഞ്ചാ. തോനയിട്ട് കേട്ടോ ചോറ്. റൈസ് അങ്ങോട്ട് കഴിക്കട്ടെ. അടിപൊളി, നല്ല രസം. നമ്മൾ ആദ്യം പോയി ബിരിയാണി കഴിച്ചില്ലേ, അവിടുത്തെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. സലാഡ് കൊണ്ട് കഴിക്കാം. സലാഡ് കൂടെ കറക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ വർക്കാവും കേട്ടോ. സലാഡ് ഫസ്റ്റ്. മുട്ട കൂടെ വേണമായിരുന്നു, പക്ഷേ മുട്ട പിടിക്കുന്നില്ലായിരുന്നു. പക്ഷെ സലാഡും റൈസും കൂടെ കൊണ്ട് മിക്സ് ചെയ്ത് ഇളക്കി. സലാഡ് ഇടുമ്പോഴാണ് ടേസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ബിരിയാണി? ബിരിയാണിയെ കൊള്ളായിരുന്നു, അടിപൊളി, സൂപ്പർ. അടിപൊളി ബിരിയാണിയായിരുന്നു. ബിരിയാണി അണി മുന്നണി കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി കൂടി പോയി, അതാണ് ഇച്ചിരി കളറിൽ ഇച്ചിരി വ്യത്യാസം വന്നത്. ഭയങ്കര ക്ഷീണം. ഇനി കിടക്കണല്ലേ, വയറ് നിറഞ്ഞ കേട്ടോ. ഈ വയറ് നമ്മൾ ഒരു 10 റൗണ്ട് ഓടിയാലും ഒരു ഫുൾ ബിരിയാണി കഴിച്ചാലും ഒരേ ക്ഷീണമാണ് അല്ലേ?
അച്ഛന് ക്ഷീണമില്ലേ? എനിക്ക് ഞാനില്ല. ഏകദേശം അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ ബൈ.